കവിയും ഗാനരചയിതാവും മുൻ മാധ്യമപ്രവർത്തകനുമൊക്കെയായ BT അനിൽകുമാർ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ശ്രീ BT അനിൽകുമാറിൻ്റെ പ്രതികരണം കൂടെ കേൾക്കാം. പൊതുവിടങ്ങളിൽ മാത്രമേ നമുക്ക് പലപ്പോഴും മതേതര മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം മനസ്സിലാക്കണം. നമ്മുടെ വീടിനുള്ളിൽ നമുക്കൊരു സ്വകാര്യതയുണ്ട്. അവിടെ നമുക്ക് സ്വകാര്യമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കും. അവിടേക്ക് ഒരു പുറമേ നിന്നുള്ള ഒരാൾ കടന്നു വരുമ്പോൾ ആ സ്വകാര്യത നഷ്ടപ്പെടും. പൊതുവിടങ്ങളിൽ അത്തരം പ്രശ്നങ്ങളില്ല. പൊതുവിടത്ത് ആർക്കും സ്വകാര്യതയില്ല. അവിടെ എല്ലാത്തരം മനുഷ്യരും, മതേതര മനുഷ്യനും മനുഷ്യനുമെല്ലാം ഇടകലർന്ന് ഇടപെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ അത്രത്തോളം നിഷ്കളങ്കമല്ലാത്ത ഈ സമൂഹത്തിൽ നിന്ന് പ്രതികരിക്കാൻ സാധിക്കുന്നത് ഓരോ മത ആരാധനാലയ പരിസരങ്ങളെയും അവർക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കുക. പൊതുവിടങ്ങളിൽ നമുക്ക് പല മതസ്വഭാവത്തിലുള്ള പല സാംസ്കാരിക സ്വഭാവമുള്ള ഏത് പരിപാടിയിലും പങ്കെടുക്കാനും അത് ആസ്വദിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. എന്ന് മനുഷ്യൻ വെറും മനുഷ്യനായിട്ട് മാറുന്നുവോ, എന്ന് മതമനുഷ്യനല്ലാതായിട്ട് മാറുന്നുവോ, അതിനുള്ള പരിശ്രമങ്ങളിലൂടെ നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നുവോ, അന്ന് മാത്രമേ എല്ലായിടങ്ങളും പൊതു ഇടങ്ങളായി മാറുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ വ്യക്തമാണ്. നമ്മുടെ സമൂഹം അത്ര നിഷ്കളങ്കമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മതപരമായ സ്ഥലങ്ങളെ ആ മതങ്ങൾക്കങ്ങ് വിട്ടുകൊടുക്കും. മറ്റ് പൊതുസ്ഥലങ്ങളുണ്ടല്ലോ, ആ പൊതുസ്ഥലങ്ങളിൽ നിങ്ങൾ ഇടകലർന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ജീവിക്കും. മതത്തിനെ അതിൻ്റെ വഴിക്കും മറ്റുള്ളതിനെ അതിൻ്റെ വഴിക്കും അങ്ങ് വിടൂ എന്ന് പറയുന്നുണ്ട്.